ഇന്ത്യയുടെ ആഭ്യന്തര ഉൽപാദന വളർച്ചാ നിരക്കിൽ വൻ ഇടിവ്. നടപ്പു സാമ്പത്തിക വർഷത്തെ രണ്ടാം പാദത്തിൽ GDP വളർച്ച 5.4% കൂപ്പുകുത്തി. 1.5 വർഷത്തിനിടയിലുണ്ടായ ഏറ്റവും കുറഞ്ഞ വളർച്ചാ നിരക്കാണ്. സ്വാതി സന്തോഷ് ഇപ്പോൾ ഡൽഹിയിൽ നിന്നും വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സ്വാതി, പല മേഖലകളിൽ വലിയ തോതിൽ വിലക്കയറ്റം അടക്കമുള്ള പ്രശ്നങ്ങൾ, ഇന്ധനവില വർധനവ് അടക്കമുള്ള പ്രശ്നങ്ങളുമായി രാജ്യത്ത് ജനങ്ങൾ വീർപ്പുമുട്ടുന്ന ഒരു പശ്ചാത്തലമാണ്. അതിനിടയിലാണ് മറ്റൊരു കണക്കുകൂടി ഇപ്പോൾ ആഭ്യന്തര വളർച്ചാ നിരക്ക് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കണക്കുകൾ പുറത്തുവരുന്നത്. എങ്ങനെയാണ് ഈ വിശദാംശങ്ങളിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്? കാവ്യ, എന്തായാലും രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചാ നിരക്ക് കുത്തനെ ഇടിഞ്ഞിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വന്നിട്ടുള്ളത്. ഈ സാമ്പത്തിക വർഷത്തിലെ, അതായത് ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള രണ്ടാം പാദത്തിലാണ് മൊത്തം ആഭ്യന്തര ഉൽപാദനം, അതായത് GDP എന്ന് പറയുന്നത് 5 അതായത് GDP വളർച്ചാ നിരക്ക് 5.4% താഴ്ന്നിരിക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത്. കാവ്യ സൂചിപ്പിച്ച പോലെ തന്നെ രാജ്യത്ത് വലിയ തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധി, അതോടൊപ്പം തന്നെ ഈ തൊഴിലില്ലായ്മ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, വിലക്കയറ്റം കുത്തനെ ഉയർന്ന സാഹചര്യം, ഇതൊക്കെ തന്നെയും നോക്കുമ്പോൾ ഉൽപാദന തോത്, അതായത് രാജ്യത്തിന്റെ ഉൽപാദന തോത് വരെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് കൂപ്പുകുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ GDP വളർച്ചാ നിരക്കിന്റെ ശതമാനത്തിലുണ്ടായ വ്യതിയാനം അല്ലെങ്കിൽ വ്യത്യാസത്തിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ, അതായത് ഇപ്പോൾ 5.4% ഈ GDP വളർച്ചാ നിരക്ക് താഴുമ്പോൾ കഴിഞ്ഞ വർഷം ഇതേ സമയം ഈ രണ്ടാം പാദത്തിൽ എന്ന് പറയുന്നത് 8.1 വളർച്ചാ നിരക്ക് ഉണ്ടായിരുന്നത്. രണ്ടാം പാദ വളർച്ചാ നിരക്ക് വലിയ തരത്തിൽ കൂപ്പുകുത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് സാമ്പത്തിക വിദഗ്ധരൊക്കെ തന്നെയും ചൂണ്ടിക്കാണിക്കുന്നത്. 2 വർഷത്തിനിടെ ഉണ്ടായിട്ടുള്ള ഈ BJP സർക്കാർ അധികാരത്തിലേറ്റതിനു ശേഷമുള്ള ഏറ്റവും കുറവ് വളർച്ചാ നിരക്കിലേക്കാണ് രാജ്യം പോകുന്നത് എന്നുള്ള സൂചന കൂടിയാണ് നൽകിയിട്ടുള്ളത്. ഈ 2 വർഷത്തിനിടെ ഉണ്ടായ ഏറ്റവും വലിയ ഇടിവാണ് GDP-യിൽ ഉണ്ടായിട്ടുള്ളത്. 6.9% വരെയാണ് ഈ വർഷം വളർച്ചാ നിരക്ക് പ്രതീക്ഷിച്ചിരുന്നത്. 2.7% കുറഞ്ഞ വളർച്ചാ നിരക്കാണ് എന്നാൽ ഇതോടെ രേഖപ്പെടുത്തിയിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇതിൽ ഏതെല്ലാം മേഖലകളെയാണ് ഇതുമായി ബന്ധപ്പെട്ട് വായിക്കുമ്പോൾ ഉൽപാദനം, ഉപഭോഗം, ഖനനം എന്നിവയിലെ വളർച്ചാ നിരക്കും ഈ ഒരു വളർച്ചാ നിരക്കുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ വലിയ തോതിലുള്ള ഇടിവ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഈ നടത്തിപ്പ് വർഷത്തിൽ ഏപ്രിൽ ജൂൺ പാദത്തിൽ 6.7% വളർച്ചാ നിരക്ക് എന്നുള്ളതും ഏറ്റവും പ്രധാനമായി മുന്നോട്ട് വെക്കേണ്ടതാണ്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ തന്നെയും കുറേ നാളുകളായി നേരിടുമ്പോൾ ഇതിനെ എങ്ങനെ മറികടക്കാം എന്നുള്ളതിനുള്ള ഒരു മാർഗം പോലും മുന്നോട്ട് വെക്കാനോ നിർദ്ദേശിക്കാനോ ഈ കേന്ദ്ര സർക്കാരിനായിട്ടില്ല എന്നുള്ളതാണ് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു നിലയിലേക്ക് രാജ്യം മുന്നോട്ട് പോവുകയാണെങ്കിൽ വളർച്ചാ നിരക്കിലെ ഈ ശതമാനത്തിലുണ്ടായ വലിയ ഇടിവ് എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ മൊത്തം സാമ്പത്തിക വ്യവസ്ഥയെ സാമ്പത്തികമായി വലിയ പ്രതിസന്ധിയിലേക്ക് രാജ്യം പോവും. ഉൽപ്പാദനക്ഷമത ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ ഇത് ബാധിക്കും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഉൽപാദന മേഖലയിൽ വെറും 2.2% വളർച്ച മാത്രമാണ് ഈ കഴിഞ്ഞ 2 വർഷം കൊണ്ട് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതും ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാണിക്കണം. ഇതോടൊപ്പം തന്നെ ഏപ്രിൽ ജൂൺ പാദത്തിൽ ഇത് 7% എന്നുള്ളതാണ്. 2.2% വളർച്ച മാത്രമാണ് ഉൽപാദന മേഖലയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതാണ് 7% കഴിഞ്ഞ വർഷത്തിൽ എന്നുള്ളതാണ്. ഈ മൊത്തം ശതമാന കണക്കുകളിലേക്ക് വരുമ്പോൾ രാജ്യം വീണ്ടും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകുന്നു. ഉൽപാദനം, ഉപഭോഗം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് വലിയ ഇടിവ് ഇന്ത്യക്ക് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഈ കണക്കുകളൊക്കെ തന്നെയും സൂചിപ്പിക്കുന്നത്. കാവ്യ, കുത്തനെ ഇടിയുകയാണ് ഇന്ത്യയുടെ ആഭ്യന്തര ഉൽപാദന വളർച്ചാ നിരക്ക്. മെച്ചപ്പെട്ട ഒരു പദ്ധതി പോലും, സ്വാതി നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ഇതിനെയൊക്കെയും മറികടന്ന് മുന്നോട്ട് പോകാനുള്ള ഒരു പദ്ധതി പോലും കേന്ദ്ര സർക്കാരിന് വിഭാവനം ചെയ്യാൻ, ആസൂത്രണം ചെയ്യാൻ കഴിയുന്നില്ല എന്നതാണ് ഈ ഒരു ഘട്ടത്തിലെ സ്ഥിതി എന്ന് പറയുന്നത്. തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക വിദഗ്ധരടങ്ങുന്നവരുടെ വലിയൊരു വിശകലനവും വിലയിരുത്തലും വരും ഘട്ടങ്ങളിൽ, മണിക്കൂറുകളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുമുണ്ട്.